കൊപ്പം കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിലും സമീപത്തെ വീടുകളിലും നടന്ന മോഷണത്തിൽ 6 യുവാക്കൾ അറസ്റ്റിൽ. മോഷണം നടത്തിയ പാത്രങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം വലയിലായത്. 19നും 22നും ഇടയിൽ പ്രായമുള്ളവരാണ് പിടിയിലായവരെല്ലാം. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് കൊപ്പം കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിലും വിവിധ വീടുകളിലുമായി മോഷണം നടന്നത്. ചെമ്പുപാത്രങ്ങൾ, ഉരുളി, നിലവിളക്കുകൾ എന്നിവയാണ് മോഷണം പോയിരുന്നത്. സംഭവത്തിൽ കൊപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. മോഷ്ടിച്ച പാത്രങ്ങൾ കഴിഞ്ഞ ദിവസം തൃത്താലയിലെ ഒരു കടയിൽ പ്രതികൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെ സംശയം തോന്നി കടയുടമ തൃത്താല പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് തൃത്താല പോലീസിന്റെ സഹകരണത്തോടെ കൊപ്പം പോലീസ് എത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. പട്ടിത്തറ തലക്കശ്ശേരി സ്വദേശി നവദത്ത് 20 വയസ്സ്, ആലൂർ സ്വദേശി ആദിത്യൻ 21 വയസ്സ്, കരിങ്ങനാട് വിളയൂർ സ്വദേശി വൈഷ്ണവ് 20 വയസ്സ്, ആലൂർ സ്വദേശി മുഹമ്മദ് ഷിബിൽ 20 വയസ്സ്, ആലൂർ സ്വദേശി അശ്വിൻ 22 വയസ്സ്, തൃത്താല ആരോട് സ്വദേശി ശ്രീഹരി 19 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഒരുമിച്ച് പഠിച്ചവരും സുഹൃത്തുക്കളുമാണെന്നും തൃത്താല പട്ടിത്തറ മേഖലകളിലും വിളത്തൂർ ചെമ്പ്രയിലും ഇവർ മോഷണം നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. മറ്റ് കേസുകളിൽ ഇവർ പ്രതികളായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കാറിൽ സഞ്ചരിച്ച് മോഷണം നടത്തുന്നതായിരുന്നു പ്രതികളുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു. SI-മാരായ അനന്തകൃഷ്ണൻ, നന്ദകുമാർ, ASI മണി, SCPO മുരുകൻ, സതി, SCPO മുരുകൻ, രതീഷ്, ശ്രീജിത്ത്, ശിവദാസൻ, CPA ഷിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പരിസര പ്രദേശങ്ങളിലും നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെ തൃത്താല പോലീസിൻ്റെയും കൊപ്പം പോലീസിൻ്റെയും സഹായത്തിൽ പിടിച്ചിട്ടുണ്ട്. അവർ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളിലും ചില വീടുകളിൽ നിന്ന് അടയ്ക്കാമോഷണവും എല്ലാം നടത്തിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എല്ലാവരും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അവരുടെ കൂടുതൽ വിശദ വിവരങ്ങൾ അന്വേഷിച്ച് വരുന്നു. കരിങ്ങനാട് കൊപ്പം വിളയൂർ കരിങ്ങനാടുള്ള കരിപ്പമണ്ണ ക്ഷേത്രത്തിലെ ഓട്ടുരുളികളും മറ്റു പാത്രങ്ങളൊക്കെ എടുത്തതായിട്ട് അവർ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ചെമ്പ്ര ഭാഗങ്ങളിലെ ചില വീടുകളിൽ നിന്ന് അടയ്ക്ക മോഷണം നടത്തി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ട് വിൽപ്പന നടത്തിയിട്ടുള്ളതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ചെമ്പ്രയിലെ ഒരു വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് ഈ പാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളൊക്കെ മോഷണം നടത്തി വിറ്റതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അന്വേഷണം നടത്തി വരുന്നുണ്ട്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.